ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഹൈദരാബാദ് സിറ്റിയുടെ കാഴ്ചകളൊക്കെ കാണാൻ പോകണ്ട. ഈ കോളേജിൻ്റെ അകത്തുനിന്ന് നേരെ പുറത്തോട്ട് പോകണേ. അവിടെ നടക്കാൻ കുറച്ചുണ്ട് കേട്ടോ. പിന്നെ നേരെ എക്സിറ്റ് അടിച്ചിട്ട് നേരെ ബസ് എടുത്ത് എങ്ങോടെങ്കിലുമൊക്കെ പോകണം. അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പുറത്തിറങ്ങിയിട്ടാണ്. നമ്മളങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഇവിടുത്തെ ഹൈവേൻ്റെ സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കണേ. അപ്പം മെയിൻ ജംഗ്ഷൻ എത്തിയിട്ട് എങ്ങോട്ട് പോകണമെന്ന് ആലോചിക്കണം. ഇങ്ങോട്ട് പോകാൻ സത്യം പറഞ്ഞാൽ അറിയില്ല. നമ്മൾ യൂണിവേഴ്സിറ്റീൻ്റെ പുറത്തിറങ്ങിയ സൈഡിൽ നിന്നാണെങ്കിൽ അവിടെ നിന്ന് ബസ്സില്ല. മെയിൻ ഗേറ്റ് വഴി ഇറങ്ങണമായിരുന്നു. അപ്പം നമ്മൾ സൗത്ത് ഗേറ്റ് വഴി ഇറങ്ങിയത്. നോർത്താണ് മെയിൻ ഗേറ്റ്, സൗത്ത് ചെറിയ ഗേറ്റ്, ആ വഴി ഇറങ്ങിയത്. പിന്നെ നേരെ അവിടെ ചെന്നിട്ട് ആലോചിക്കണം. ഇവിടെ ആണെങ്കിൽ നല്ല വെയിലുണ്ട് കേട്ടോ. നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ ഞാൻ 3 ഡ്രസ്സിലേക്ക് കാണുള്ളൂ ഈ വീഡിയോസിലൊക്കെ. കാരണം ഞാൻ 3 ഡ്രസ്സ് എടുത്തിട്ടുള്ളൂ. ഒരു ഷർട്ട്, 2 ടീഷർട്ട്, 3 പാൻറ്റ്, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പാൻറ്റ്, അത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. 3 ബ്ലാക്ക് പാൻറ്റ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോസിലെല്ലാം ഈ ഒരു ഡ്രസ്സിലൊക്കെ ഇരിക്കും കാണുന്നത്. ഇനിയിപ്പോൾ വേറെ ഡ്രസ്സ് വാങ്ങിയാലേ ഉള്ളൂ. എനിക്കാണെങ്കിൽ തോർത്തൊക്കെ വാങ്ങാൻ. ഞാൻ തോർത്തൊക്കെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും. ബാംഗ്ലൂർ സ്റ്റേ ചെയ്ത സ്ഥലത്ത് മറന്ന് വെച്ചു. നമ്മളങ്ങനെ നടന്ന് വിപ്രോ ജംഗ്ഷൻ എന്ന് പറയുന്നൊരു സ്ഥലം വരെ എത്തിയിട്ടാണ്. അവിടെ നേരെ ബസ് എടുത്ത് നേരെ ഹൈടെക് സിറ്റി വന്നു. അപ്പം നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഹൈടെക് സിറ്റിയിലാണ്, ഹൈദരാബാദ് ഹൈടെക് സിറ്റി. ഞാൻ വിപ്രോ ജംഗ്ഷൻ എന്ന് പറയുന്ന അവിടം വരെ നടന്നിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റി തൊട്ട് അത് ഏകദേശം 8 കിലോമീറ്റർ ഉണ്ട്. അത് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടും 8 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇനി എൻ്റെ അടുത്ത് നിന്ന് 35 രൂപ വാങ്ങിയിട്ട് 8 കിലോമീറ്ററിന്. എന്നെ പറ്റിച്ചാണെന്നറിയില്ല. ഇവിടെ എന്താ എല്ലാവരും അവരുടേതായ കൂട്ടത്തിലും തിരക്കിലൊക്കെ ഉണ്ടോ. വൺ റഷാണ്. ട്രാഫിക് ഇവർ ഹോണടിച്ചാലും മാറാൻ പോകണമെന്നില്ല. പിന്നെ എന്തിനാണ് ഇവർ ഹോണടിച്ച് സമയങ്ങളായെന്നറിയില്ല. എല്ലാവരും ഹോണടിച്ച്. ഇവിടെ സൈബർ ടവർ ഉണ്ട് കേട്ടോ. ഇവിടെ പിന്നെ കുറേ കമ്പനീസ് ഉണ്ട്. ഗൂഗിള്, വിപ്രോ, അങ്ങനത്തെ കുറേയധികം മൾട്ടിനാഷണൽ കമ്പനീസ് ഇവിടെ ഉണ്ട്. സോ ജോലി സാധ്യതയാണെങ്കിൽ ഇവിടെ വളരെ കൂടുതലാണ് നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ. അതുകൊണ്ടാണ് കുറേ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത്. നമ്മളങ്ങനെ നടന്ന് പാലത്തിൻ്റെ ഇടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു ഫ്ലൈ ഓവർ, അതിൻ്റെ മുകളിൽ കൂടി മെട്രോ പില്ലർ പോകുന്നുണ്ട്. റോഡ് ക്രോസ് ചെയ്യാനുണ്ട്. ഇവരെല്ലാവരും ക്രോസ് ചെയ്യുന്നു. ഇവരപ്പോൾ ഞാനും പോകുന്നു. നമ്മളൊറ്റയ്ക്ക് അവിടെ നിന്ന് അവിടെ നിൽപ്പേണ്ടാവുള്ളൂ. ഇവിടെ ഇങ്ങനത്തെ സാധനമൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇരുമ്പ് വെച്ചിട്ട് ഇവിടെ ഇതുപോലെ മെട്രോ പില്ലറിൻ്റെ താഴത്തൊക്കെ വരച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ പില്ലറിലും. ഈ ജംഗ്ഷനിൽ നല്ല തിരക്കാണ്ടോ. ഭയങ്കര റഷ്. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വണ്ടി, ട്രാഫിക് റൂൾസ് ആരും പാലിക്കുന്നില്ല. ഇതാണ്ട് ഇവിടുത്തെ വേറൊരു അണ്ടർപാസ്സാണ്. എന്തൊരു നേരം നിന്നിട്ടാണെന്നറിയോ റോഡ് ക്രോസ് ചെയ്യണത്. ഇവിടെയൊക്കെ വൻ ട്രാഫിക്. ഇവിടെ സമാധാനമായിട്ട് നടക്കാൻ ഇത്ര ടാസ്ക്കാണ് ഈ ടൈമൊക്കെ. രാത്രിയൊക്കെ ആകുമ്പോൾ പിന്നെ വണ്ടിയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഓഫീസ് കഴിഞ്ഞ് വരുന്നവരുടെ തിരക്കൊക്കെ കണ്ട്. ഇവിടുത്തെ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ടോ. ഇവിടെ നല്ല പെയിൻറ്റിങ്സ് ഒക്കെ കാണാം കേട്ടോ. എവിടെ പോലും പെയിൻറ്റിങ്സ് ഉണ്ട്. ഓട്ടോക്കാരനെ വിളിക്കാൻ തുടങ്ങി കേട്ടോ. മൈൻഡ് ആക്കരുത്. നമ്മളങ്ങനെ നടന്ന് വിനായക ചതുർത്ഥീൻ്റെ പരിപാടി നടക്കുന്ന ഒരു സ്ഥലത്ത് എത്തിയിട്ടാ വണ്ടിയിൽ. വണ്ടി പോകണ്ടോ, അവളെ പറ്റിക്കുന്ന സാധനം കിട്ടുള്ള ബൈക്ക്. ഈ സാധനത്തിൻ്റെ ടേസ്റ്റ് പിടിക്കണില്ല കേട്ടോ. എന്തോ നാരങ്ങ എന്തൊക്കെ ഇട്ട് പുലാഫ് അല്ലെന്ന് തോന്നുന്നു. ഇത് വേറെന്തോ സാധനമാണ്. ടേസ്റ്റ് പിടിക്കണില്ല. എങ്ങനെയെങ്കിലും കഴിക്കണം, കളയാൻ പറ്റില്ല. യാതൊരു വിശക്കണ്ടതാണ്. അതാണ് ഇപ്പോൾ ഇവിടുത്തെ പരിപാടി.
ഇവരെല്ലാവർക്കും ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും ഫുഡ്. നമ്മളങ്ങനെ നടന്ന് മാതാപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കേട്ടോ. ഇവിടെ ഇങ്ങനെ അർബൻ ഏരിയ, ഇവിടെയും ഭയങ്കര റഷാണ് ആൾക്കാരൊക്കെ. റോഡിൻ്റെ അവസ്ഥയ്ക്ക് ഇതാണ്. അവർ ചെയ്ത് നമ്മളങ്ങനെ ഇപ്പോൾ ഇവിടുത്തെ സ്ട്രീറ്റിലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നടക്കണം കേട്ടോ. എന്തായാലും അടിപൊളിയാണ്. എന്തായാലും എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഈ ഒരു പോസ്റ്റൊക്കെ കാണാം, സ്റ്റോറി ആയിട്ട് കാണാം കേട്ടോ. ഞാൻ ഇങ്ങനെ പോസ്റ്റ് ചെയ്യണ കുറവാണ് ഇങ്ങനത്തെ ഇതൊക്കെ. സ്റ്റോറീസിലെ ഹൈലൈറ്റ്സ് നോക്കിയാൽ മതി. എല്ലാ സ്ഥലത്ത് പോയതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ കറങ്ങി സിറ്റിയുടെ നടുക്കായിട്ട് വന്നിരിക്കണം കേട്ടോ. ഏതാ ലൊക്കേഷൻ ഒന്നും കറക്റ്റ് അറിയില്ല. ഇവിടെ ഒരു ഓവർ ബ്രിഡ്ജ് ഉണ്ട്, നടക്കാൻ വേണ്ടി ഒരു ഓവർ. ഇറങ്ങി അവിടെ എത്തും. ഞാൻ ഏതോ ഷോർട്ട് കട്ടൊക്കെ എടുത്താണ്ട് ഇങ്ങോട്ട് വന്നത്. ഇനിയിപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തോട്ട് നടക്കാനാണ് പ്ലാൻ. ഞാൻ ബസ് നോക്കിയപ്പോൾ കുറേ ബസ്, 3-4 ബസ് കയറണം, പിന്നെ നടക്കാനുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഓർത്ത് നേരെ നടന്നു പോകാമെന്ന് ഓർത്ത്. 14 കിലോമീറ്ററാണ് കേട്ടോ. എന്തായാലും ഈ നടത്തത്തിൽ ഇവിടെ മിക്ക കാഴ്ചയും കാണാൻ പറ്റും. സോ ആ ഒരു വൈപ്പിലാണ്. ഇപ്പം 6:15 കേട്ടോ. അപ്പോൾ നമ്മളെത്തുമ്പോൾ ഒരു 8:30 ഒക്കെ കഴിയും. പയ്യെ നടന്നു പോവുക. ഇനി പ്രത്യേകിച്ച് കാണാത്ത കാഴ്ചകളൊക്കെ കാണാമല്ലോ. ഇപ്പം ഞാൻ ഏതോ ഫുഡ് സ്ട്രീറ്റ് ഏരിയയിലൊക്കെ കയറി വന്നിട്ടാ. ഞാനവിടെ പോകണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നില്ല, ബട്ട് അതിൽ കയറി. പക്ഷേ ഫുഡൊന്നും കഴിച്ചില്ല, ചുമ്മാ അതിലേക്ക് നടന്ന് പോയി. എന്താ പറയുക, കുറേ ഫുഡൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ട്. ബട്ട് നല്ലത് നോക്കി ട്രൈ ചെയ്യാം. ഫേമസ് ആയിട്ടുള്ളതും ട്രൈ ചെയ്യാം. എന്തായാലും ട്രൈ ചെയ്യും. അതിൻ്റെ വീഡിയോസൊക്കെ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നൈസായിട്ട് പോകാം. ഇവിടെ എല്ലാ പാലങ്ങളുടെ താഴത്തും ഇങ്ങനെ നല്ല നല്ല പടങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. അത് അടിപൊളിയാണ്. ഈ സിറ്റിയെ മനോഹരമാക്കുന്ന ഒരു കാര്യങ്ങളിൽ അതാണ് എനിക്ക് അട്രാക്ഷൻ തോന്നി കേട്ടോ. ഇവിടുത്തെ ആളുകളുടെ വൈബ് എങ്ങനെയാണെന്ന് അറിയില്ല. അങ്ങനെ പബ്ലിക്കായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ജസ്റ്റ് ഇതിൽ കറങ്ങാൻ എല്ലാവരും തിരക്കിലാണ്ട്, ആർക്കും ടൈമില്ല. ഇവിടുത്തെ പോലീസിൻ്റെ വണ്ടി ഉണ്ടോ, ബജാജിൻ്റെ ഏതോ ബൈക്കില്ലേ, ഒരു ക്രൂസർ മോഡൽ, ആ ഒരു മോഡൽ വണ്ടി അങ്ങനെ പണിതെടുത്തേക്കണം. ഇത് രസം കിടക്കുമ്പോൾ നമ്മളങ്ങനെ നടന്ന് വേറൊരു ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ചുറ്റിനും ഫുള്ള് ബൾബൊക്കെ വെച്ചിട്ട് വേറെ വൈബുണ്ട്. പിന്നെ അവിടെ ഫുട്ബോൾ പ്ലെയേഴ്സിൻ്റെ നെയ്മറിൻ്റെ പടം വരച്ചിട്ടുണ്ടാവണം. ഇവിടെ സുനിൽ ഛേത്രി അങ്ങനെ കുറേ ആളുകളുടെ പടം വരച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കാണുമ്പോൾ ബിൽഡിങ് മൊത്തത്തിലൊരു അടിപൊളി വൈബുണ്ടോ. പിന്നെ റഷായിട്ട് വണ്ടികളും വരുന്നു, അത് വേറെ കളറാവും. എല്ലാവരും തിരക്കിട്ട ജീവിതം. നമ്മളങ്ങനെ നടന്ന് ഏകദേശം 9 കിലോമീറ്റർ നടന്നിട്ടുണ്ട് കേട്ടോ. A few minutes later. നമ്മളങ്ങനെ റാപ്പിഡ് കൊടുത്തിട്ടോ. 65 രൂപ. ഓട്ടോ ടാക്സി എടുക്കുന്ന ലാഭാണ് റാപ്പിഡ് കൊടുക്കുന്നത്. നമ്മുടെ അവിടെയൊക്കെ വരികയാണെങ്കിൽ റാപ്പിഡ് ഓടാൻ പോകാറുണ്ട്. പിന്നെ ഈ വണ്ടിയുടെ സസ്പെൻഷൻ ഭയങ്കര ഹാർഡാണ്ടാ. കട്ടറടപ്പോൾ ശരിക്കറിയുന്നുണ്ട്. ഈ പുള്ളിയൊക്കെ എങ്ങനെയാണോ ഇത് ഡെയിലി ഓടിക്കണത്. നടുവ് കേട്ടോ. നമ്മൾ നിൽക്കുന്ന സ്ഥലത്തോട്ടാണെങ്കിൽ, അതായത് സ്റ്റേജ് സ്ഥലത്തോട്ട് ബസ്സിൻ്റെ അവൈലബിലിറ്റി ഭയങ്കര കുറവാണ് കേട്ടോ. സോ ഇങ്ങനെ റാപ്പിഡൊക്കെ എടുത്തല്ലേ രക്ഷയുള്ളൂ, അല്ലെങ്കിൽ നടക്കണം. ഞാൻ നടക്കാതെ മൂടായിരുന്നു. അപ്പോൾ ചേച്ചി വിളിച്ചിട്ട് പെട്ടെന്ന് വരാൻ പറഞ്ഞു, ഫുഡ് കഴിക്കാൻ പോകണം. അപ്പം എന്നെ വെയിറ്റ് ചെയ്ത് അത്രയും പേര് ഇരിക്കുമ്പോൾ ഞാൻ വെറുതെ നടന്നു വന്നതിൽ അവനെയും കൂടി വെറുപ്പിക്കണ്ടല്ലോ, മീൻസ് ബാഗൊക്കെ ഉണ്ടല്ലോ. അതോർത്ത് ഞാൻ നേരെ റാപ്പിഡ് കൊടുത്ത് ടൗൺ ഏരിയ
കുട്ടി വരാൻ പോണല്ലേ, അപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെ. ഇവിടെയൊക്കെ ഗണപതിൻ്റെ ആരാധകരാണല്ലോ, മീൻസ് ആരാധകരാണല്ലോ കൂടുതൽ. കുറേ സ്ഥലത്ത് ഇങ്ങനെ ഗണപതിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് മറ്റേ ലെമൺ റൈസാ അങ്ങനെ എന്തോ സാധനം കഴിച്ചിട്ടാണ്. കൊള്ളായിരുന്നു. സസ്പെൻഷൻ ഭയങ്കര ഹാർഡാണ്. ഈ പുള്ളി എങ്ങനെയാണോ ഡെയിലി പിടിക്കണോ അടിപൊളി. അങ്ങനെ ബായ് നമ്മളെ കൊണ്ടൊന്നും ആക്കിയിട്ടുണ്ട് കേട്ടോ. പേയ്മെൻ്റൊക്കെ സെറ്റിൽ ചെയ്ത് പുള്ളി പോയി. പുള്ളി ഏകദേശം 2000 രൂപ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പെർ ഡേ റാപ്പിഡോയിലോടി. ഞാൻ ഇങ്ങനെ നൈസായിട്ട് എനിക്ക് പാർട്ട് ടൈമായിട്ട് ഓടാനാണെന്ന് പറഞ്ഞു. അപ്പോൾ 1000 രൂപയ്ക്ക് എന്തായാലും ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയുന്നത്. ഇതേപോലത്തെ ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിൽ റാപ്പിഡോ യൂസ് ചെയ്യുന്നവരുടെ എണ്ണം ഭയങ്കര കൂടുതലാണ്. പെട്ടെന്ന് ആക്സസബിൾ ആണ്, പെട്ടെന്ന് കിട്ടും. ഓട്ടോക്കാർ ഭയങ്കര റേറ്റ് പറയുമല്ലോ. റാപ്പിഡോ ആണെങ്കിൽ ഫിക്സഡ് പ്രൈസാണ്. ഓട്ടോ ഇപ്പോൾ 2-3 പേരുണ്ടെങ്കിൽ ഓട്ടോ എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഒരാളൊക്കെ ആണെങ്കിൽ റാപ്പിഡോ മതിയല്ലോ. അങ്ങനെ അപ്പോൾ ചേച്ചീനെ വിളിക്കട്ടെ, അവർ ഫുഡ് കഴിക്കാൻ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ എത്തിയിട്ട്, അല്ലെങ്കിൽ ഞാൻ നടന്നേ വരുള്ളൂ. എന്നാലും വിളിച്ചു നോക്കട്ടെ കേട്ടോ. ഇവിടെയുള്ള പരിപാടി ഉണ്ടപ്പോൾ കയറിയുണ്ട് ഇങ്ങോട്ട്. നമ്മളിങ്ങനെ ഫുഡ് കഴിക്കാൻ വന്നതാണ്. ഹലോ ഗായ്സ്, അപ്പം നമ്മളിന്ന് പുതിയൊരു ഞാൻ ആദ്യമായിട്ടാണ് ഈ ഷോപ്പിൽ വരുന്നത് കഴിക്കാൻ. ഈ ഷോപ്പിൻ്റെ പേരാണ് പരാബി കിച്ചൺ. അപ്പോൾ നമ്മളിന്ന് ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കണത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ അഭിജീത്ത് ഉണ്ട്, ശരത്ലാൽ KP ഉണ്ട്, അനന്തുരാജനുണ്ട്. അഭിജീത്ത് പറയുന്നു. അഭിജീത്തിനെ ഒന്നും കൂടി കാണിക്കാൻ കഴിഞ്ഞില്ല, പറയാൻ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് ഇതിൻ്റെ റൂഫിലിട്ടേക്കുന്ന ഈ ബാമ്പു മാറ്റുണ്ട്, അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു. ഒരെണ്ണത്തിന് എത്ര രൂപയാവും? പക്ഷെ ആ പുള്ളിക്ക് ഒരു ഐഡിയ ഇല്ല. ആ പുള്ളി പറഞ്ഞു അത് മീറ്റർ വൈസ് ആയിരിക്കും അതിൻ്റെ സെറ്റപ്പ്. അല്ല കേൾക്കൂല. ഓക്കെ, അപ്പോൾ നെയ്റ്റ് പോളിഷ് കട്ടിട്ടതാണ്. നെയ്റ്റ് പോളിഷ് കാണിക്കണ്ടോ എല്ലാവരും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ ചിക്കൻ ഫ്രൈഡ് റൈസാണ് പറഞ്ഞത്. ഇവരെന്തോ വേറെ എന്തോ റൊട്ടിയൊക്കെയാണ് പറഞ്ഞത്. എനിക്ക് ഒന്നും ഇഷ്ടമല്ല. നോക്കാം, ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നല്ലതാണെങ്കിൽ പിന്നെയും വരും. ഗൈസ്, അപ്പോൾ എൻ്റെ ഫുഡ് വന്നിട്ടുണ്ട്, ചിക്കൻ ഫ്രൈഡ് റൈസ്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. A few moments later. നമ്മളങ്ങനെ റൂമിലെത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ളൂ. ഇപ്പോൾ അടുത്തൊരു വീഡിയോ എടുത്ത് The more that I've done, the less I've become. Existing forever within our souls. Some do even know, and life will go on. And then we'll become just nothing at